നമസ്കാരം. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ഇതിനിടയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നു. ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഹരിയാനയിൽ 55 മുതൽ 62 സീറ്റ് വരെ എക്സിറ്റ് പോളിൽ കോൺഗ്രസിന് പ്രവചിക്കുന്നുണ്ട്. AAP ഒന്നുപോലും നേടില്ലെന്നും BJPക്ക് 18 മുതൽ 24 സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കുന്നു. അതേസമയം ജമ്മുവിൽ BJPക്ക് മുൻതൂക്കമുണ്ടെന്ന് സി വോട്ടർ സർവേ പ്രവചിക്കുന്നു. 27 മുതൽ 31 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്നും 11 മുതൽ 15 വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേയിൽ പറയുന്നു. ഹരിയാനയിൽ 10 വർഷത്തിനു ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതേസമയം ഹാട്രിക് നേടാനുള്ള പ്രതീക്ഷയിലാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം മുതലാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. MSPക്ക് നിയമപരമായ ഉറപ്പ്, ജാതി സർവേ, സ്ത്രീകൾക്ക് 2000 രൂപ പ്രതിമാസ അലവൻസ് എന്നിവ ഉൾപ്പെടെ 7 ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തത്. അഗ്നിവീർ പദ്ധതി, കർഷക പ്രതിഷേധം, ഗുസ്തി സമരം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ BJPയെ വിമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി BJP പോരാടുമ്പോൾ ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് കോൺഗ്രസ്. യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് BJPക്ക് വെല്ലുവിളിയാകുന്നത്. BJPക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണം നടത്തി വോട്ടെടുപ്പിനെ സ്വാധീനിച്ചു എന്നും വിലയിരുത്തപ്പെടുന്നു. അഗ്നിപഥിനെതിരായ രോഷം, ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പും പ്രതീക്ഷിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടിയ JJPയും സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എക്സിറ്റ് പോളിൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല. കനത്ത സുരക്ഷയിൽ 3 ഘട്ടമായിട്ടാണ് ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടന്നത്. 10 വർഷത്തിനിടെ ആദ്യമായിരുന്നു കശ്മീരിലെ തെരഞ്ഞെടുപ്പ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും സജീവമായിരുന്നു.